അതെ, ഇത് വേറെ ആർക്കെങ്കിലും അറിയോ? നമ്മൾ 3 പേർക്കും പിന്നെ മേരിക്കുട്ടിക്ക് മാത്രമേ അറിയൂ. ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? മോശമല്ലേ? അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നേ. ഓ, ബ്ലാക്ക് മെയിലിംഗ്. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഈ കുടുംബത്തിൻ്റെ റെപ്യൂട്ടേഷൻ എന്താണെന്നറിയോ? എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി ഒന്നൊരുത്തൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുന്നതാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് അറിഞ്ഞൂടാത്തോണ്ടാണ് അലക്സ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്നുകൊണ്ടൊന്നും അല്ല അലക്സേ. ഇപ്പോൾ മനസ്സമ്മതം നടന്ന പള്ളിയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളിയിലെ വികാരിയിരുന്ന ഫാദർ സേവിയറാണ് ഞാൻ. ചെറിയൊരു സ്കാൻഡൽ കാരണം സഭ എൻ്റെ ലോഹൂരി വാങ്ങി. പക്ഷേ ഇപ്പോഴും പഴമക്കാർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാൻ കേട്ടോ. തനിക്ക് എന്നാ വേണം? നൗ യു ഹാവ് കം ടു ദ പോയിന്റ്. അളിയ, ഞാൻ സംസാരിച്ചോളാം. തനിക്ക് എന്നാ വേണ്ടത്? നാട്ടു നടപ്പനുസരിച്ച് പുത്രൻ്റെ വിവാഹം നടക്കുമ്പോൾ സ്വാഭാവികമായും പിതാവിന് കിട്ടേണ്ട ചില സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. ന്യായമായും എനിക്കത് കിട്ടണ്ടേ? ഞങ്ങളൊന്നും തരുന്നില്ല, എന്നാ ചെയ്യും? ഷോ, തരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പുത്രസ്നേഹം നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് വരും. നാണാവില്ലൂടെ എനിക്ക്? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? ഞാനും അന്തസ്സുള്ളൊരു പണി തന്നെയാണ് ജീവിച്ചിരുന്നത്. നിരന്തരം ഭർത്തൃപീഡനം അനുഭവിച്ചിരുന്ന ഒരു പാവ സ്ത്രീ ഒരിറ്റ ആശ്വാസത്തിനായി ഒരു രാത്രി എൻ്റെ മേടയിൽ വന്നപ്പോൾ ഈ നാട്ടിലെ നാറുകളെല്ലാം കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചു. ആ പാവ സ്ത്രീയുടെ ജീവിതം പോയി, എൻ്റെ പട്ടവും പോയി. അത് കഴിഞ്ഞ് ഞാനൊരു തിയേറ്റർ ലീസിനെടുത്ത് നടത്തി. രാത്രി അവിടെ ബ്ലൂ ഫിലിം കാണിക്കുന്നതെന്ന് പറഞ്ഞ് പോലീസുകാരെന്നെ ഒന്ന് പിടിച്ചുകൊണ്ടുപോയി. പിന്നെ ഞാൻ ലീസിനൊരു റിസോർട്ട് തുടങ്ങി. ടൂറിസം വളരുന്നില്ല എന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചില പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഒരു മസാജ് സെൻ്റർ തുടങ്ങി. അപ്പോൾ പോലീസുകാർ വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകാന്നേ. മാന്യമായൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാമൂഹിക സാഹചര്യം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാമെന്നാണല്ലോ പ്രമാണം. സത്യം പറയാലോ, ഞാനിരുന്ന പല ഇളവുകളിലും പല സ്ത്രീകളെയും ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ അതിലെല്ലാം ആൺതിരികളാണ് പറഞ്ഞത്. അവരുടെ കല്യാണത്തിന് ചെന്ന് സ്ത്രീധനത്തിൻ്റെ പങ്കുപറ്റലാണ് ഇപ്പോഴത്തെ എൻ്റെ തൊഴിൽ. എന്താ കുഴപ്പമുണ്ടോ? നാറി. അതൊന്നും ആയിക്കോട്ടെ, എനിക്ക് തരാനുള്ളത് തന്നാൽ ഇലയ്ക്ക് മുഴുവനും കേടില്ല. നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാം. 1,00,000 രൂപ വരും, അത് വാങ്ങി പോക്കോണം. അതെൻ്റെ പട്ടിക്ക് 1 മാസത്തിന് തികയില്ലല്ലോ. ഒരു 5 ലക്ഷം രൂപ വരെ? അത് എൻ്റെ 1 മാസത്തെ ചെലവിന് തികയില്ലല്ലോ. ഒരു 10 ലക്ഷം രൂപ വരെ ഫൈനൽ, അതിൽ കൂടുതൽ ഒരു പൈസ തരില്ല. റോയേ, എൻ്റെ ക്ലബ് മെമ്പർഷിപ്പ് പുതുക്കാനേ ഇത് തികയൂ. പിന്നെ തനിക്ക് എത്ര വേണമെന്നാ പറയുന്നത്? സ്ത്രീധനത്തിൻ്റെ പകുതി. പകുതിയോ? ആ, സ്ത്രീധനത്തിൻ്റെ നേർപകുതി. ബാക്കി നിങ്ങൾ അവരെ വളർത്തിയും പഠിപ്പിച്ചതിന് എടുത്തോ. ആ, പകുതിയെങ്കിൽ പകുതി. അളിയൻ എന്തോ നീ പറയുന്നത്? പകുതിയോ? പോട്ട ലക്ഷം 50 ലക്ഷത്തിന്റെ പകുതി 25 ലക്ഷം രൂപ കൊടുത്തു തൊലയ്ക്കാം. ശല്യം ഒഴിയട്ടെ. എടാ റോയ്മോനെ, നീ കൊയർ ബോയായിരുന്ന പള്ളിയിലെ വികാരിയായിരുന്നു ഞാൻ. എൻ്റെ അടുത്ത് വില ഇറക്കല്ലേ. 50 ലക്ഷം അല്ല, 10 കോടിയാ സ്ത്രീധനം. അതിൻ്റെ നേർപകുതി എനിക്ക് കിട്ടിയേ പറ്റൂ. പറ്റില്ല. വേണ്ടാന്ന് വെച്ചിട്ടല്ല, അത്ര എടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അതൊന്നും എനിക്കറിയണ്ട. ഇപ്പം തരുന്നോ ഇല്ലയോ? ഓക്കെ, എനിക്ക് എൻ്റെ പുത്രനെ കാണാൻ ധൃതിയായി. താങ്ക് യു. വർഗീസ് മുതലാളി ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആ സാർ, സാർ, യെസ്. വേറെ ഒരു വഴിയില്ല അഞ്ഞട്ടാ സാർ. കിട്ടിയ പൈസ മുഴുവൻ തീർന്നു. ഞാൻ ഒരു 2-3 ഇൻസ്റ്റാൾമെന്റ് അടച്ചു തരിക പ്ലീസ്. ബ്ലാക്ക് മെയിലിംഗിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല റോയ്.
കാശുണ്ടെങ്കിൽ താ, അല്ലെങ്കിൽ വഴിമാറ്. സാറേ കല്യാണം നടന്നില്ലെങ്കിൽ അങ്ങോട്ട് സാർ, ഞാൻ മാറ്. പിന്നെ ഉണ്ടാവില്ല സാർ. സാർ സാർ ഉപദ്രവിക്കും സാർ. സാർ പ്ലീസ് സാർ. സാർ കുറച്ചും കൂടി സമയം തരൂ സാർ. എന്താണോ ഇത്? വേറെ ഒന്നും വൃത്തിയില്ല സാർ. പ്രമാണി വരൊക്കെ ഇങ്ങനെ കാലുവിഴ പാടുണ്ടോ? please, sir. കാശില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, വട്ടിക്കിടക്ക്. അല്ലെങ്കിൽ ഈ വീട് എൻ്റെ പേര് എഴുതാം. കാശ് തന്നാൽ ഞാൻ തിരിച്ചെഴുതി തരാം. എനിക്ക് കുട്ടികളെ പോലെ ഇങ്ങനെ നല്ല വിളിക്കുന്നു. എനിക്ക് മോനെ എന്തിനാ ഇങ്ങനെ വേണം കരയുന്നേ? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. സാർ 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 പോയി, ആള് പോയി. എന്താ അലക്ഷൻ ചെയ്തത്? പിന്നെ എന്നാ ചെയ്യാനാ? എടുത്തു കൊടുക്കാൻ കയ്യിൽ കാശുണ്ടോ? എന്നാണേലും നമ്മളൊക്കെ കെട്ടി തൂങ്ങുന്നതിനേക്കാൾ ഭേദം ഇത്. അളിയൻ വിഷമിക്കല്ലേ? ഒരു ദ്രോഹി കുറച്ച് നേരത്തെ നരകത്തിലേക്ക് പോയെന്ന് വിചാരിച്ചാൽ മതി. ഇയാളെ ചത്തയിൽ എനിക്കൊന്നുമില്ല. ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്ത് കൊലക്കുറ്റോ? ഹേ അളിയ, നമുക്ക് എന്നാ വേണമെങ്കിലും ചെയ്യാം. അളിയനൊന്ന് കൂളായിട്ടിരുന്നാൽ മതി. ചേട്ടാ, ഇത് പിള്ളേർ കളിക്കാനുള്ള സാധനമില്ലാന്ന് പറഞ്ഞല്ലേ. ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. വെറുതെ കോൺസെൻട്രേഷൻ കളയാണ്ട് പൊക്കോണം. ഡാ നിന്റെ ചേച്ചി. ആ കുട്ടി മോന്റെ ചേച്ചിയാന്നോ? ആ അതെന്റെ കസിൻ സിസ്റ്ററാ. കൊള്ളാലോ. എന്നാ ചേച്ചിയുടെ പേരെന്നാ? ഡേസി ചേച്ചി. ഡേയ്സ് ചേച്ചി. ആ എവിടെ ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? ആ ഇവിടെ തന്നെ, കുറച്ച് ദൂരം. ഏത് കോളേജിലാ? കോളേജ്. സെന്റ് തോമസ്. ആ അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവും കുറച്ച് ആ നേരം. കുറച്ചു നേരം കൂടെ ഉണ്ടാവും. മോനിക്ക് വന്നേ ചോദിക്കട്ടെ. ആ. അല്ല മോന്റെ പേരെന്നാന്ന് പറഞ്ഞ? മിലൻ. എടുത്തു പെട്ടെന്ന്. എന്താ തുറക്കാത്തെ? ഇത്ര താമസം എന്താ? എനിക്കൊരു കാര്യം പറയണം. ഇയാളാരാ? അലക്ഷൻ്റെ ഫ്രണ്ടാ. പുള്ളി ഓവറായി പോയി, ബ്ലാക്ക് ഔട്ട് ആയി. അതെ ചേട്ടായി, ആ പെണ്ണ് ശരിയല്ല. അവൾക്ക് ലൂസ് തന്നേ. കുറച്ച് വട്ടമൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. നീ ഇത്ര വലിയ സീരിയസ് ഇഷ്യൂ ആക്കല്ലേ പ്ലീസ്. നീ മാനേജ് ചെയ്യ്. ചേട്ടാ എന്തു പറയും? ഞാൻ ഒരു ഭ്രാന്തിലൂടെ ജീവിക്കാനോ? ഇത് പ്രാന്തൊന്നും അല്ല റോഹൻ, ചെറിയ ഡിസ്റ്റർബൻസ് ആണ്. നീ അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്, അവിടെ എനിക്ക് നല്ല ചികിത്സ ഉണ്ടാവില്ലേ? ചേട്ടാ എന്തു പറയുന്നത്? ഞാൻ പിന്നെ എന്താ പറയണ്ടേ? അങ്ങേര് നമ്മുടെ വീട്ടില് ചെറുക്കനെ അന്വേഷിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇല്ലാത്ത പ്രശ്നമുണ്ടെന്നല്ലേ. അതുകൊണ്ടാണല്ലോ പുള്ളി ചെറുക്കനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാഞ്ഞേ. ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചിരുന്നാലും നിനക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടില്ല. ഗൂഗിളിൽ ജോലി എന്ന് പറഞ്ഞ് മോളെ കെട്ടിച്ചു വന്നിട്ട് PG തോറ്റ് അവിടെ ഹോട്ടലിൽ ജോലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മിണ്ടാതിരിക്കുമോ? ഇനിയിപ്പോൾ പുള്ളിക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാം സംഭവിച്ചേക്കുന്നത് അലയന് വേണ്ടിയിട്ടാ. നീ എന്നെ വിശ്വസിക്കേ. തൽക്കാലം നീ പുറത്തേക്ക് പോകണം. ഇല്ലില്ല, ഞാൻ വരാം. വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്യാം പ്ലീസ്. ഞാൻ വരാവുന്നേ. വാടാ, ഐസ്ക്രീം കഴിക്കാം. എന്തായി? ഇത് നടക്കട്ടെ ചായ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ആഹാ, ആദ്യം റോയ് തന്നെ ബ്രെയിൻ വാഷ് ചെയ്തല്ലേ?
മോനെ രോഹ, നിന്റെ ജീവിതം നശിക്കല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബന്ധോഴിയെ നിന്നോട് പറയുന്നത്. അല്ലാതെ അച്ചായനെ എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? അത് വല്ലാത്ത പ്രശ്നമാണ്. ഇവിടെ നിൽക്കായിരുന്നു. വാ രോഹ, എന്റെ നമുക്ക് ഡാൻസ് പൊന്നിലില്ല. കളിക്കാം. ആൾക്കാരൊക്കെ നോക്കുന്നത് അല്പം ഗൗരവത്തോടെ നിൽക്കുക. ഓ, ഒരു ഗൗരവക്കാരൻ. ഞാൻ എന്തായാലും ഡാൻസ് കളിക്കാൻ പോവാം. മോനെ റോഹ മറ്റൊന്നും വിചാരിക്കണ്ട, അവൾക്കെല്ലാം കളിയാ. ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം, അത്ര ഇന്നസെന്റാ. അതെ, വയസ്സ് 24 ഇപ്പോഴും കുട്ടിയാണെന്ന് വിചാരിക്കുന്നവരെ ഇന്നസെന്റ് എന്നല്ല. ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഓഫ് ദ ഡേ. കൊള്ളാം. എന്തായാലും ഇവിടെയുള്ള വട്ടനൊരു കൂട്ടായി. നല്ല സ്മെല്ല് വരും. ആഹാ, അപ്പൊ നീ കാശിന് വേണ്ടിട്ട് അവനെ ബലി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പെരത്തുമ്പോ വാഴ വെട്ടാൻ നിക്കലോ മച്ചാ. വാഴ വെട്ടാനല്ല, പുര കത്താതിരിക്കാനാ ഞാൻ നോക്കണത്. അവൻ എന്റെ സ്വന്തം അനുജനല്ലടാ. അവന്റെ തലയിൽ ഒരു പ്രാന്തിയെ കെട്ടിവെക്കാൻ നിനക്ക് എങ്ങനെ തോന്നണടാ? ഒരു ചെറിയ പ്രശ്നമുള്ള പെണ്ണിനെ നിങ്ങൾ ഭ്രാന്തിയാക്കിയോ? ചെറിയ പ്രശ്നം. നീ താഴെ വന്ന് നോക്ക്, അപ്പറിയാം. ഞാൻ താഴെ വരാം, നിങ്ങളത് ചെല്ല് തൽക്കാലം. ഇപ്പൊ വരണം. ഞാൻ വരാം. ഓക്കെ. അല്ല, ഇയാൾക്ക് എന്ത് പറ്റി? എൻ്റെ ഒരു ഫ്രണ്ടാ, അടിച്ചിത്തിരി ഓഫായി പോയതാ. ബെസ്റ്റ് ഫ്രണ്ട്. Come on, Daddy. വാ. ഇതുവരെ കർത്താവ് കൂടെ അങ്ങനെ പിടിച്ചെന്ന് വിചാരിച്ചു. ഇത് രക്ഷപ്പെടുത്തിയ അളി, ഞാൻ ഒരെണ്ണം അടിച്ചിട്ട് വരും. മോനോ, അതൊക്കെ പണ്ട്. ഇനി എന്തപ്പനാന്ന് പറഞ്ഞ ആരാണ് അവർ കയറി വരാൻ പോകുന്നത്? ഇവിടെ കിടന്ന് കരഞ്ഞ് നാട്ടുകാരെ അറിയിക്കരുത്. ഇതൊരു കല്യാണ വീടാണ്. അതേലും ചെയ്. പൊക്കോ. ആ ഓ ശരി. ഇച്ചാൻ ആരെ അന്വേഷിക്കുന്നേ? എൻ്റെ അമ്മച്ചിയെ. ദേഷ്യപ്പെടല്ലേ ചായ, എൻ്റെ അമ്മച്ചി മരിച്ചോയില്ലേ? എനിക്കറിയാം ഇച്ചാൻ കാമുകയല്ല അന്വേഷിക്കുന്നേ. ഇതാളോട് നിപ്പുണ്ട്. ഇന്ന് അവളെ ഏത് റൂമിലോട്ട് കൊണ്ടുപോന്നേ? ഒരുമാതിരി വർത്താനം പറയല്ലേ സൂസൻ. ദേഷ്യപ്പെടല്ലേ ചായ. അന്നത്തെ പോലെ ഞാൻ നിങ്ങളുടെ റൂമിലോട്ട് കയറി വന്നു. വെറുതെ ഡിസ്റ്റർബൻസ് ആവണ്ടാന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ചോദിക്കുന്നേ. സൂസൻ, എൻ്റെ ആസനത്തിന് തീ പിടിച്ചോണ്ടിരിക്കുക. മനസ്സിലായോ? നീ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണം. ഷോ കാണിച്ചോല്ലേ? കേട്ടോ? ഭക്ഷണം കഴിച്ചിട്ട് പോണേ. ഇനിയെങ്കിലും അങ്ങോട്ട് വരാൻ സമയം കിട്ടും. വരാ. ചെല്ല്.
കണ്ടോ 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 കണ്ടോ. ഇതാണ് അവസ്ഥ. ഇപ്പൊ എന്ത് പറയുന്നു? അവളെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല. മുതിർന്ന ശേഷം പോരായിരുന്നു കല്യാണം. എന്നോ പക്ഷേ റോയിന്ന് വന്നേ. റോയ് വാ. അതെ, അങ്ങോട്ട് മാറിയില്ല. 5 മിനിറ്റ് സംസാരിക്കട്ടെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറയേണ്ടതായിരുന്നു. അത് പറയാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ടാണ്. എന്നാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ. ആ മോളിങ്ങനെ പലപ്പോഴും എക്സൈറ്റഡ് ആവും. അത് ചെറിയൊരു പ്രശ്നമാണ്. കണ്ടെടുത്തോളേ, ചെറിയൊരു പ്രശ്നമല്ല. അളിയ, മനസ്സമ്മതം മാത്രമല്ല കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് അതെ, അയ്യോ റോയ് ചതിക്കല്ലേ. ഇത്ര ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം. സ്ത്രീധന തുക വല്ലതും കൂടുതൽ വേണം. പക്ഷേ നമ്മളെന്താ കാശിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ കുടുംബത്തിന്റെ നിലയും വിലയൊക്കെ നിൽക്കറിയോ? ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. സോറി സർ. റോയ്, കാശെന്ന് പറഞ്ഞാലേ എത്ര കൂടുതൽ വരും? എന്ത് വേണം നിങ്ങൾക്ക്? ലക്ഷ്മിയോട് സംസാരിച്ചാൽ ഞാൻ ഇപ്പോൾ വരാം. ഈ കണ്ടെടുത്തോളേ കൊച്ചിന് മുഴുത്ത വട്ട. അപ്പോ അതിനനുസരിച്ചൊരു റേറ്റ് വേണമല്ലോ, അല്ലേ? പറ. എന്റെ കൊച്ചയൊന്ന് പതുക്കെ, നിന്റെ കൂമ്പ് പാടി പോടി. ആദ്യമൊക്കെ അങ്ങനെയാ, പിന്നെ അതൊരു ശീലാവും. നീ ഒന്ന് ആഞ്ഞു വലിച്ചേ. എന്നാണ് ചെയ്യുന്നത് ഇവിടെ? ചപ്പാത്തി ചുടുക. എന്റെ ചായ കണ്ടു, ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ അല്ലേ ഈ ചായ ഇവന്മാർക്കൊന്നും ഒരു വിവരമില്ലേ ചായ. എന്റെ ഈ ചായന് അങ്ങനെയല്ല. എന്റെ ചായന് ഭയങ്കര ജനറൽ നോളജാ, അല്ലേ? അങ്ങനെയാണ്. അതെല്ലാം റോയിച്ചിനോട് ചോദിച്ചാൽ മതിയല്ലോ, എല്ലാം പറഞ്ഞു തരുമല്ലോ. ഗുഡ് ഐഡിയ. ചായ പറയിച്ചായ വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ പറഞ്ഞു കൊടുക്കിച്ചായ, പറഞ്ഞു കൊടുക്കിച്ചായ. ഞാൻ പറഞ്ഞില്ലേ ഈ ചായന് നല്ല ജനറൽ നോളജ് ആണെന്ന്. വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ പുല്ലിങ്ങ. കൈ വേദനിക്കുന്നു, വീട്. നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് ഷോണിക്കരുത് എന്നുള്ളത്. ഇനി വീട് വിട്ട് പുറത്തേക്കിറങ്ങി മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. മനസ്സിലായല്ലോ? കയറി പൊടിയായത്. രാജ, ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കോ? എന്നാണ് ഞാൻ കരളിനെ അനുസരിക്കാതിരുന്നത്? ആജ്ഞാപിക്കൂ. നീ ഒരു കല്യാണം കഴിക്കണം. ലിസി, അതുമാത്രം എന്നോട് പറയരുത്. എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുള്ളൂ, അത് നീയാണ്. മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല ലിസി. രാജ, നീ എന്നെ വേദനിപ്പിക്കരുത്. കൂട്ടിനാരുമില്ലാതെ, സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ലാതെ വല്ലവരുടെ എച്ചിൽ കഴുകി ജീവിക്കുന്ന രാജനെ എനിക്ക് കാണാൻ വയ്യ. എൻ്റെ ഒരു കൂട്ടുകാരി ഗൾഫിലുണ്ട്. ഞാനൊരു വിസ. എന്നെ നാട് കടത്താനാണോ നീ നോക്കുന്നത്? ലിസി, ഞാൻ ഒറ്റയ്ക്കല്ല. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് കൂട്ടുന്നുണ്ട്. ഇന്ന് എല്ലാ ദിവസവും ഞാൻ നമ്മുടെ ആ പഴയ കോളേജിലെ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളും പേര് നടക്കാറുണ്ട്. എനിക്കത് മതി ലിസി, അത് മാത്രം മതി ഈ ജന്മത്തിൽ.